വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ സദ്യകളിലൊക്കെ വളരെ പ്രധാനമായിട്ടുള്ള ചേന കായ എരിശ്ശേരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ചേന കായ എരിശ്ശേരി നമ്മൾ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ചേനയും കായയും കൂടെ വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ചേന ഇതേപോലെ കഷ്ണങ്ങളാക്കി നുറുക്കിയേക്കുന്നതാണ്. 1 കപ്പ് ചേന. അതേപോലെ ഞാൻ വാഴക്ക എടുത്തേക്കുന്നത്, നേന്ത്രക്കായ എടുത്തേക്കുന്നത്, അതും 1 കപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേവിക്കാനായിട്ട് വെള്ളം കൂടെ ചേർക്കാം. ഒരു 1.25 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. കുറച്ച് കറിവേപ്പില, ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പച്ചമുളക് നമുക്ക് വേണമെങ്കിൽ ഒരു പച്ചമുളക് കീറിയ ശേഷം ഇടാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം. നമ്മുടെ പച്ചക്കറികളിവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് 1/2 കപ്പ് തേങ്ങയാണ്. നമ്മുടെ ചാനലിൽ നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പും സ്പൂണുകളും ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ 1 കപ്പ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പിൽ 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. ഇവിടെ നമ്മൾ 1/2 കപ്പ് തേങ്ങ എടുത്തു. ഇതിലേക്ക് കുറച്ച് ജീരകം കൂടെ ചേർക്കാം. അപ്പോൾ 1/4 ടീസ്പൂൺ ജീരകം, കൂടാതെ അരയാനായിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. നമ്മൾ എരിശ്ശേരിക്ക് അരയ്ക്കുന്ന പരുവെന്ന് പറയുന്നത് നമ്മൾ സാധാരണ കറിക്കൊക്കെ അരയ്ക്കുന്ന പോലെ വെണ്ണ പോലെ അരയേണ്ട, ഇച്ചിരി തരി ഉണ്ടാകുന്ന രീതിയിൽ വേണം അരയ്ക്കാൻ. ഈ ഒരു പരുവത്തിന് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരെ നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ചേക്കാണ്. പ്രഷർ മൊത്തം പോകണം. ഇത് നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൽച്ചട്ടിയിലോ അല്ല മൺചട്ടിയിലോ വേണമെങ്കിലും കായയും ചേനയും കൂടെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയാണ്. അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇതിനകത്ത് തേങ്ങ വറുത്തിടുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എരിശ്ശേരിക്ക്. മെയിൻ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ തേങ്ങ വറുത്തിടുന്നതിൻ്റെയാണ്. അപ്പോൾ തേങ്ങ വറുക്കാനായിട്ട് നമുക്കൊരു കടായി വെക്കാം. അപ്പോൾ തേങ്ങ വറുക്കുമ്പോൾ ഇതിന് നന്നായിട്ട് വറുക്കും, നല്ല ക്വാണ്ടിറ്റിയിൽ വറുക്കും. നമ്മൾ എത്ര അരപ്പ് എടുക്കുന്നോ, അരയ്ക്കാനായിട്ട് എത്ര എടുക്കുന്നോ അത്രയും തന്നെ തേങ്ങ വറുക്കാനായിട്ടും എടുക്കും. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. ഇപ്പോൾ എണ്ണയും നെയ്യും ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഉണക്കമുളക് ഒരെണ്ണം കീറിയ ശേഷം ഇടാം. അതുപോലെ കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ വറുക്കാനായിട്ട് എടുക്കാം. നമ്മൾ അരയ്ക്കാനായിട്ടും 1/2 കപ്പ് തന്നെയാണ് തേങ്ങ എടുത്തത്, അത്രയും തന്നെ വറുക്കാനായിട്ടും എടുക്കും. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ തേങ്ങ വറുത്തെടുക്കണം. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഓഫ് ചെയ്യാം. ഇതേപോലെ നല്ല മൂത്ത് വരണം. ഇനി നമുക്ക് പ്രഷർ കുക്കർ ഒന്ന് തുറന്ന് ചെക്ക് ചെയ്യാം. നന്നായിട്ട് വെന്തിട്ടുമുണ്ട്, ഒത്തിരി ഉടഞ്ഞു പോകാത്തൊരു പരുവത്തിന്. ഇതിലേക്ക് അരപ്പ് ചേർക്കണം. ഇപ്പം ചില സ്ഥലങ്ങളിലോട്ട് എരിശ്ശേരി ഇങ്ങനെ ചാറ് പോലെയല്ല, ഡ്രൈ ആയിട്ട്, വളരെ ഡ്രൈ ആയിട്ട് എടുക്കുക. അങ്ങനെ ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുക്കാം. നല്ല നീട്ടി എടുക്കണം. ചാറ് പോലെ ഒഴിക്കുന്ന പാകത്തിന് എടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം. നന്നായിട്ടും തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർക്കാം. ഈ അരപ്പൊന്ന് വേവണം. ഒത്തിരി ഉടയാത്ത പോലെ കുറച്ച് കഷ്ണങ്ങൾ കിടക്കണം, എന്നാൽ കുറച്ച് ഉടയേം വേണം. ആ രീതിയിൽ വേണം കിട്ടാനായിട്ട്. അപ്പം നന്നായിട്ട് ചാറ് പോലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച്, ചൂടുവെള്ളം ഒഴിച്ച് ഈ അരപ്പും കൂടി ഇട്ട് വറുത്ത് വെച്ചേക്കുന്നത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒഴിക്കുന്ന പരുവത്തിന് കിട്ടും. അപ്പം നമ്മളിന്ന് സദ്യക്ക് എടുക്കാവുന്നൊരു പരുവത്തിനാണ് എടുക്കുന്നത്. അപ്പോൾ ഒഴിക്കുന്ന പരുവത്തിനല്ല, നമ്മളിങ്ങനെ തൊട്ട് കൂട്ടുന്ന പരുവത്തിന്. അപ്പോൾ ഇച്ചിരി ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിന് വെള്ളമൊക്കെ 3/4 പറ്റി. ഇനി ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഈ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ ഇതിനകത്തേക്ക് ചേർക്കാം.
ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു പരുവത്തിന് എടുത്തു. നമ്മൾ കുറച്ച് ചൂടാറുമ്പോഴത്തേക്ക് നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ ആ രീതിയിലാണ് എടുത്തേക്കുന്നത്. നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡിയാണ്. നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഇപ്പോൾ കായയും ചേനയും ഉപയോഗിച്ച് സദ്യക്ക് വിളമ്പാവുന്ന ഒരു എരിശ്ശേരിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തത്. ഈ ഒരു അളവെന്ന് പറഞ്ഞാൽ 4 തൊട്ട് 5 പേർക്ക് വരെ സെർവ് ചെയ്യാവുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺ ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്.